أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا زينا السماء الدنيا بزينة الكواكب وحفظا من كل شيطان مارد. لا يسمعون إلى الملأ الأعلى ويقذفون من كل جانب دحورا ولهم عذاب واصب إلا من خطف الخطفة فأتبعه شهاب ثاقب. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1538 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 37-ാമത്തെ അധ്യായമായ സൂറത്ത് സാഫാത്തിലെ 6 മുതൽ 10 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ സയ്യന്ന السماء الدنيا بزينة الكواكب وحفظا من كل شيطان مارد. لا يسمعون إلى الملأ الأعلى ويقذفون من كل جانب دحورا ولهم عذاب واصب إلا من خطف الخطفة فأتبعه شهاب ثاقب. صدق الله العلي العظيم. സൂറത്ത് സോഫാത്തിലെ 6 മുതൽ 10 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠന വിധേയമാക്കിയ ആദ്യത്തെ 5 ആയത്തുകളിൽ അല്ലാഹു വിവിധങ്ങളായ ചുമതലകൾ നിർവഹിക്കുന്ന മലക്കുകളെ പരാമർശിച്ചുകൊണ്ട് ആ മലക്കുകളുടെ സംഘങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ചില കാര്യങ്ങൾ സത്യം ചെയ്തു പറയുകയുണ്ടായി. മലക്കുകളുടെ വ്യത്യസ്ത വിഭാഗങ്ങളാണ് പരാമർശിക്കപ്പെടുകയുണ്ടായത്. നിരനിരയായി അണിയണിയായി സജ്ജരായി ദൈവിക കൽപ്പനകൾ നടപ്പിലാക്കാൻ വേണ്ടി സന്നദ്ധരായി നിൽക്കുന്ന മലക്കുകളെ പരാമർശിക്കുകയാണ് ഒന്നാമത്തെ ആയത്തിൽ ഉണ്ടായത്. വസ്സോഫാത്തി സൊഫ എന്ന ആയത്തിലടങ്ങിയ കാര്യം അതാണ്. രണ്ടാമത്തത് ഫസ്സാജിറാത്തി സജ്റ എന്നാണ്. അതില് ഭയപ്പെടുത്തുകയും വിരട്ടുകയും ഒക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ ആട്ടി ഓടിക്കുന്ന, ആട്ടിക്കൂട്ടുന്ന ഒക്കെ തരം മലക്കുകളെയാണ് പരാമർശിക്കുന്നത്. ചിലര് മേഘങ്ങളെ ഒരുമിച്ച് കൂട്ടുന്ന മലക്കുകൾ എന്നൊരു വിശദീകരണം നൽകിയത് കാണാം. അതേപോലെ ഒരു പക്ഷേ ഈ സന്ദർഭത്തിനോട് കൂടുതൽ യോജിക്കുന്ന വിധത്തിലുള്ളത് മനുഷ്യർക്ക് തന്നെ പല ജീവിതാനുഭവങ്ങളും അവരിൽ ആലോചനയുണ്ടാക്കുന്ന വിധത്തിലുള്ള പ്രതികൂലമായ അനുഭവങ്ങളെ അവർക്ക് നൽകുന്ന, ആ വിധത്തിൽ അവരെ വിരട്ടുകയോ ഭയപ്പെടുത്തുകയോ ഒക്കെ ചെയ്യുന്ന കാര്യം നിർവഹിക്കുന്ന മലക്കുകൾ. അതുപോലെ ഫത്താലിയാത്തി ദിക്റ, അതിനെ തുടർന്ന് അല്ലെങ്കിൽ തുടരെ ദൈവികോത്ബോധനവുമായിട്ട് സമീപിക്കുന്ന മലക്കുകൾ. ഈ വ്യത്യസ്ത തരം മലക്കുകളെ പരാമർശിച്ചുകൊണ്ട് അവയെ മുൻനിർത്തിക്കൊണ്ട് അല്ലാഹു പറഞ്ഞ കാര്യം ഇന്ന ഇലാഹക്കും ലവാഹിദ് എന്നാണ്.
നിശ്ചയമായിട്ടും നിങ്ങളുടെ ആരാധ്യൻ ഏകനായ ഒരേ ഒരുവൻ മാത്രമാണ്. ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവയ്ക്കിടയിലുള്ള സകലതിന്റെയും നാഥനും ഉടമസ്ഥനും നിയന്ത്രകനുമൊക്കെയായ അവരുടെ റബ്ബാണ് ആ ഏകനായ ഒരേ ഒരുവനായ ആരാധ്യൻ. അവൻ റബ്ബുൽ മശാരിഖ്, ഉദയസ്ഥാനങ്ങളുടെ കൂടി നാഥനാണ്. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പഠന വിധേയമാക്കിയുണ്ടായി കഴിഞ്ഞ ദിവസം. മശാരിഖ് എന്ന പ്രയോഗത്തിന്റെ സൂചന, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ. ഈ ആയത്തുകളിലായിട്ട് അള്ളാഹു പൊതുവായി നമ്മളെ ബോധ്യപ്പെടുത്തിയ ഒരു കാര്യം, ഈ പ്രപഞ്ചത്തിന്റെ വിവിധങ്ങളായ പ്രതിഭാസങ്ങളെയും പ്രക്രിയകളെയും ഒക്കെ കൈകാര്യം ചെയ്ത് അവയ്ക്ക് മേൽനോട്ടം വഹിച്ചുകൊണ്ട് കാര്യങ്ങൾ നിർവഹിക്കാൻ അള്ളാഹു ചില മലക്കുകളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ്. മലക്കുകൾ വളരെ കൃത്യതയോടെയും കണിശതയോടെയും കൈകാര്യം ചെയ്തുകൊണ്ട് പോകുന്ന കാര്യങ്ങളാണ് ഈ പ്രപഞ്ചവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്. അള്ളാഹു ഈ പ്രപഞ്ച സംവിധാനത്തിനെ നമ്മൾ കാണുന്ന വിധത്തിൽ പ്രവർത്തനക്ഷമമാക്കിക്കൊണ്ടിരിക്കുന്നത്, അവ കൃത്യതയോടെ ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മലക്കുകളുടെ നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലുമായിക്കൊണ്ടാണ് എന്നാണ് സൂചിപ്പിക്കപ്പെട്ട കാര്യം. അതിനെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മക്കയിലെ ആളുകളുടെ നിലപാടുകളും പ്രതികരണങ്ങളും ഒക്കെ മുഖവിലക്ക് എടുത്തുകൊണ്ടുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ആയത്തുകളിലായിട്ട് അള്ളാഹു പരാമർശിക്കുന്നത്. ആദ്യത്തെ 5 ആയത്തുകൾ മുഖേന രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു പശ്ചാത്തലം, ആ പശ്ചാത്തലം വെച്ചുകൊണ്ട് അള്ളാഹു മക്കയിലെ ആളുകളോട് പറയേണ്ട ചില കാര്യങ്ങൾ, അവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ട ചില സംഗതികൾ അടങ്ങിയ വിഷയങ്ങളിലേക്ക് വരികയാണ്. അള്ളാഹു തുറന്ന് പറയുന്നത് നമ്മൾ ഇന്ന് വായിച്ചു വെച്ച ആയത്തുകളിലായിട്ട് വെളിപ്പെടുത്തുന്നത് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇന്നാ സയ്യന്ന സമാ അദ്ദുന്യ ബിസീനത്തിനിൽ കവാക്കിബ്. ഇവിടെ അള്ളാഹു ആ ഭാഷണത്തിന്റെ ആ പെർസ്പെക്റ്റീവ് തന്നെ മാറിയിട്ടുണ്ട്. നേരത്തെ ഇതുവരെയുള്ള ആയത്തുകളിൽ തേർഡ് പേഴ്സൺ വിവരണമായിരുന്നെങ്കിൽ ഇവിടെ അള്ളാഹു നേരിട്ട് ഫസ്റ്റ് പേഴ്സണിൽ കാര്യങ്ങൾ പറയുന്ന ഒരു ശൈലിയിലാണുള്ളത്. ഇന്നാ സയ്യന്ന സമാ, നിശ്ചയമായിട്ടും നാം സമാ ദുന്യായെ, കീഴാകാശത്തിനെ അലങ്കൃതമാക്കിയിരിക്കുന്നു എന്നാണ് ഇവിടെ വ്യക്തമാക്കപ്പെടുന്നത്. അള്ളാഹു പറയുന്നത് നാം അലങ്കൃതമാക്കിയിരിക്കുന്നു, സീനത്തുള്ളതാക്കിയിരിക്കുന്നു. ഇന്നാ സയ്യന്ന സമാ അദ്ദുന്യ, താഴെ ആകാശത്തെ, കീഴാകാശത്തെ അലങ്കൃതമാക്കിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. എങ്ങനെയാണ്? ബിസീനത്തിൽ കവാക്കിബ് എന്നാണ് പറയുന്നത്. ബിസീനത്തിനിൽ കവാക്കിബ്, നക്ഷത്രങ്ങൾ കൊണ്ട് അലങ്കൃതമാക്കിയിരിക്കുന്നു എന്ന്. മനുഷ്യനേത്രങ്ങൾ കൊണ്ട് ഭൂമിയിൽ നിന്ന് നോക്കിക്കാണുമ്പോഴുള്ള ഒരു ദൃശ്യാനുഭവത്തെയാണ് അള്ളാഹു ഇവിടെ വിവരിക്കുന്നത്. ഈ കാര്യങ്ങളുടെയൊക്കെ കാഴ്ചക്കാരനും നിരീക്ഷകനും അവയൊക്കെ അപഗ്രഥിക്കേണ്ട ആളും എന്ന നിലക്കുള്ളത് മനുഷ്യനാണ് എന്ന കാര്യം പരിഗണിച്ചുകൊണ്ടാണ് അള്ളാഹു ഈ കാര്യം വ്യക്തമാക്കുന്നത്. ഇന്നാ സയ്യന്ന സമാ അദ്ദുന്യ, നിശ്ചയമായിട്ടും സമാ ഉദ്ദുന്യായെ നാം അലങ്കരിച്ചിരിക്കുന്നു. എങ്ങനെയാണ്? ബിസീനത്തിനിൽ കവാക്കിബ്. കൗക്കബ് എന്ന് പറഞ്ഞ നക്ഷത്രമാണ്, അതിന്റെ ബഹുവചനാണ് കവാക്കിബ്. താരകങ്ങളെ കൊണ്ട്
താരകാലങ്കൃതമായ വിധത്തിലാക്കിയിരിക്കുന്നു ഈ കീഴാകാശത്തെ. ഈ വിശുദ്ധ ഖുർആൻ 7 ആകാശങ്ങളെ പരാമർശിക്കുന്നുണ്ട്. ആകാശങ്ങളെ എന്നാണ് മിക്കപ്പോഴും വിശുദ്ധ ഖുർആനിൽ പരാമർശം വരുന്നത് എന്ന് കാണാൻ കഴിയും. സമാവാത്ത് എന്നാണ്. ഭാഷാപരമായി ഉയരങ്ങൾ എന്നാണ് ആ പദം നൽകുന്ന സൂചന. അപൂർവമായിട്ട് ചിലയിടങ്ങളിൽ അള്ളാഹു സമാ ഉദ്ദുന്യായെ പരാമർശിക്കുന്നുണ്ട്. ഭൂമിയിൽ നിന്ന് മനുഷ്യൻ ശിരസ് ഉയർത്തി മേലോട്ട് നോക്കുമ്പോൾ കാണുന്ന, ഭൂമിക്ക് മേലാപ്പായിട്ട് കാണുന്ന ഒരു ആകാശമുണ്ട്. ഫേർമമെന്റ് എന്നൊക്കെ പറയാറുണ്ട് നമ്മൾ ഇംഗ്ലീഷിൽ. അപ്പൊ ആ വിധത്തില് ഭൂമിയിൽ നിന്ന് മനുഷ്യന് നിരീക്ഷിച്ചാൽ കാണുന്ന ഏറ്റവും ലോ ആയിട്ട് നിൽക്കുന്ന, താഴെയായി നിൽക്കുന്ന ആ പ്രതലം. അതിന് പ്രതലം എന്നോ അല്ലെങ്കിൽ നമുക്ക് തൊട്ടു നോക്കാവുന്ന ഒരു ഓബ്ജക്റ്റ് എന്നുള്ള നിലക്കൊന്നും പറയുന്നതിന് അർത്ഥമില്ല. പക്ഷെ നമ്മുടെ ദൃഷ്ടിയിൽ നമ്മൾ അങ്ങനെ ഒരു മേലാപ്പ് പോലെ ആകാശം ഒരു റൂഫ് പോലെ നമുക്ക് അനുഭവപ്പെടും കാഴ്ചയിൽ. മനുഷ്യന് അവന്റെ ദൃഷ്ടികൾക്ക് വിരുന്നൊരുക്കുന്ന വിധത്തിലാണ് ആകാശത്തിനെ അലങ്കൃതമാക്കി വെച്ചിരിക്കുന്നത്. പകലിന്റെ ആകാശത്തിന് അതിൻ്റെതായ ഒരു സൗന്ദര്യമുണ്ട്. രാവിന്റെ ആകാശത്തിന് അതിൽ നിന്ന് വ്യത്യസ്തമായ വളരെ വലിയ ഒരു കമനീയത, ഒരു ചാരുത, ഒരു വലിയ ഭംഗി, മനുഷ്യനേത്രങ്ങളെ ആനന്ദിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു കാഴ്ച ഭംഗിയുണ്ട്. ഏത് പൗരാണിക മനുഷ്യനും ഈ പ്രപഞ്ച സംവിധാനത്തെ കുറിച്ചുള്ള അതിലടങ്ങിയിട്ടുള്ള വളരെ സങ്കീർണമായ സംഗതികളെ കുറിച്ചുള്ള യാതൊരു ധാരണയും ഇല്ലാത്ത ആളുകളെയും സംബന്ധിച്ചിടത്തോളം ആകാശം എന്ന് പറഞ്ഞാൽ അങ്ങനെ അലങ്കരിച്ചു വെച്ചിരിക്കുന്ന ഒരു റൂഫ്, ഒരു മേൽക്കൂര പോലെയാണ്. അങ്ങനെ ഒരു തലം അതിനുണ്ട് താനും. അത് നമ്മള് സാധാരണ നിരീക്ഷണത്തിൽ നമുക്ക് ബോധ്യപ്പെടും. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നിത്യാനുഭവം എന്നുള്ള നിലക്ക് ആകാശം എന്ന് പറയുന്നത്, ഈ കീഴാകാശം എന്ന് പറയുന്നത് ഇങ്ങനെ അലങ്കരിച്ചു വെച്ചിരിക്കുന്ന നക്ഷത്രങ്ങൾ കൊണ്ട് വളരെ കമനീയമാക്കി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു മേൽക്കൂര പോലെയുള്ള ഒരു കാഴ്ച അനുഭവമാണ്. ഇത് അതിന്റെ ഒരു തലം മാത്രമാണ്. അതിന്റെ വേറെ ഒരുപാട് തലങ്ങളുണ്ട്. ഖുർആൻ അതിലേക്ക് പലപ്പോഴും സൂചന നൽകിയിട്ടുമുണ്ട്. ആരും തെറ്റിദ്ധരിക്കേണ്ട. വിശുദ്ധ ഖുർആൻ ആകാശത്തിന് ഇങ്ങനെ ഒരു മേൽക്കൂര പോലെ, അതൊക്കെ വളരെ പ്രാകൃതമായ ഒരു വിവരണമല്ലേ, അങ്ങനെയുള്ള ഒരു ധാരണയും വേണ്ട. മനുഷ്യൻ ഇപ്പോഴും ആ ഒരു തലം അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മനുഷ്യനിൽ പലപ്പോഴും ആകാശങ്ങളും പ്രപഞ്ച സംവിധാനങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാവ്യഭാവന വരെ ഉണരുന്നത്. ഈ കാഴ്ചയുടെ തലം, ഈ ദൃശ്യ തലം ആകാശത്തിന് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അനുഭവിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രാഥമികമായ ഒരു യാഥാർത്ഥ്യമാണ് എന്നതാണ്. ഈ ഒരു തലത്തിനെ പരാമർശിച്ചുകൊണ്ടാണ് അള്ളാഹു ഇവിടെ പറയുന്നത്, ഇന്നാ സയ്യന്ന സമാ അദ്ദുനിയ, ഈ കീഴാകാശത്തിന്, താഴെയുള്ള ആകാശത്തിനെ നിശ്ചയമായിട്ട് നാം അലങ്കരിച്ചു വെച്ചിരിക്കുന്നു. ബിസീനത്തിനിൽ കവാക്കിബ്, നക്ഷത്രങ്ങളെ കൊണ്ട്, നക്ഷത്രങ്ങളുടെ അലങ്കാരത്തെ കൊണ്ട്. മനുഷ്യര് പലപ്പോഴും ഒരു കെട്ടിടമോ സ്ഥാപനമോ അല്ലെങ്കിൽ ഒരു ഇടമോ ഒക്കെ തന്നെയും അലങ്കരിച്ചൊരുക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള ഈ ദൃശ്യാനുഭവങ്ങളുടെ ഒരു സ്മൃതിയിൽ നിന്നാണ്. മനുഷ്യന്റെ ഈ കാഴ്ചയിൽ അവൻ അനുഭവിച്ചിട്ടുള്ള ഇത്തരം നക്ഷത്രങ്ങളുടെ രാത്രി, ഊരിട്ടുള്ള രാത്രിയിലെ ആകാശത്തിന്റെ താരശോഭയെ, ആ നക്ഷത്ര ശോഭയെ ഉൾക്കൊണ്ട ഒരു മനസ്സിൽ നിന്നാണ് മനുഷ്യന്റെ പല അലങ്കാര ചിന്തകളും ഉടലെടുക്കുന്നത് തന്നെ. വീടുകള്, കെട്ടിടങ്ങള്, സ്ഥാപനങ്ങള് അല്ലെങ്കിൽ ചില പ്രത്യേക ഇടങ്ങളൊക്കെ തന്നെ ചില സന്ദർഭങ്ങളിൽ നമ്മൾ
അലങ്കാര വിളക്കുകൾ കൊണ്ട് അലങ്കരിക്കാറുണ്ട്. ഇതിന്റെ ഒക്കെ പിന്നില് മനുഷ്യന്റെ ഭാവന പ്രവർത്തനക്ഷമമാക്കുന്ന വിധത്തിലുള്ള ചില ദൃഷ്ടി അനുഭവങ്ങൾ അവന്റെ ഓർമ്മയിലുണ്ട് എന്നുള്ളത് കാണാൻ കഴിയും. അപ്പൊ ഇവിടെ രണ്ടു മൂന്ന് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുള്ളതായിട്ട്, നേരത്തെ സമാവാത്തിനെ തൊട്ട് മുകളിൽ പരാമർശിച്ചല്ലോ, സമാവാത്തിനെയും അർളിനെയും ഒക്കെ തന്നെ. 7 ആകാശങ്ങൾ എന്നത് വിശുദ്ധ ഖുർആൻ പലയിടത്ത് ആവർത്തിച്ച് സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ശാസ്ത്രം ഈ ആകാശത്തിന്റെ ഈ വിവിധ ഉയരങ്ങളെ നിർണയിക്കുന്നതില് വലിയ മുന്നേറ്റമൊന്നും നടത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. ഈ ഭൂമിക്ക് ചുറ്റുമുള്ള അല്ലെങ്കിൽ ഭൂമിയുടെ ഉപരിയായിട്ടുള്ള തലങ്ങളെ 7 വ്യത്യസ്തമായ തലങ്ങളൊക്കെ ആയിട്ട് ശാസ്ത്രലോകം ഐഡന്റിഫൈ ചെയ്യുന്നു, ലേബൽ ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാം. പക്ഷെ കൃത്യമായിട്ട് ഖുർആൻ പറയുന്ന സമാവാത്ത് അത് തന്നെയാണോ? ഇനി അതല്ല, ഇപ്പോ നമ്മുടെ കാലഘട്ടത്തിൽ മൾട്ടിവേഴ്സിനെ കുറിച്ച് ആളുകൾ, ശാസ്ത്രലോകം പ്രത്യേകിച്ച് സംസാരിക്കുന്നുണ്ട്. യൂണിവേഴ്സ് അല്ല, ലോകത്ത് ഒരുപാട് പ്രപഞ്ചങ്ങളുണ്ട്, ഒന്നിലേറെ അല്ലെങ്കിൽ ധാരാളം പ്രപഞ്ചങ്ങളുണ്ട്, അതിനൊക്കെയും ഇതുപോലെയുള്ള ആകാശങ്ങളുമുണ്ട് എന്ന ഒരാശയവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ വ്യത്യസ്തമായ ആകാശങ്ങളെ പരാമർശിക്കുന്ന ഖുർആന്റെ ഈ പ്രയോഗത്തെ മനസ്സിലാക്കാൻ വേണ്ടി ചിലർ ശ്രമിക്കാറുണ്ട്. എന്തായാലും നമുക്കൊരു അവസാന വാക്ക് പറയാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു മുന്നേറ്റം ഈ മേഖലയിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. ആകാശങ്ങൾ എന്നതുകൊണ്ട് അതിന്റെ പദത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ട് കാര്യത്തെ മനസ്സിലാക്കുമ്പോൾ 7 ഉയരങ്ങൾ, 7 വ്യത്യസ്ത സ്വഭാവങ്ങളോട് കൂടിയുള്ള ആകാശമണ്ഡലങ്ങൾ എന്നൊക്കെ മനസ്സിലാക്കാനേ നിലവിൽ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പൊ അതിലെ ഏറ്റവും താഴെയായുള്ള ആകാശത്തെയാണ് അള്ളാഹു ഇവിടെ പരാമർശിച്ചിട്ടുള്ളത്. അസ്സമാ ഉദ്ദുന്യ എന്ന് പറയുന്നത്. ഇന്നാ സയ്യന്ന അസ്സമാ അദ്ദുന്യ, നിശ്ചയമായിട്ടും ഈ താഴെ ആകാശത്തെ നാം അലങ്കൃതമാക്കിയിരിക്കുന്നു. ബിസീനത്തിനിൽ കവാക്കിബ്, നക്ഷത്രങ്ങൾ കൊണ്ടുള്ള അലങ്കാരം ചെയ്തു വെച്ചിരിക്കുന്നു എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. എന്നിട്ട് തുടർന്ന് പറയുന്നത് വഹിഫ്ലൻ മിൻ കുല്ലി ശൈത്വാനിൻ മാരിത്ത്, ധിക്കാരിയായ എല്ലാ പിശാചിൽ നിന്നുമായിട്ട്, എല്ലാ ശൈത്താന്മാരിൽ നിന്നുമായി, ചെകുത്താനിൽ നിന്നുമായിട്ട് നാം അതിനെ സുരക്ഷിതമാക്കുകയും ചെയ്തിരിക്കുന്നു. മാരിത് എന്ന് പറഞ്ഞാൽ ഡിസൊബീഡിയന്റ്, റിബല്യസ് എന്നൊക്കെയാണ് അർത്ഥം. ധിക്കാരിയായ, അനുസരണക്കേട് കാണിക്കുന്ന, അള്ളാഹുവിന് കീഴ്പ്പെടാനോ വഴങ്ങാനോ അള്ളാഹുവിനെ അനുസരിക്കാനോ കൂട്ടാക്കാതിരുന്ന എന്നതാണ് അതിന്റെ സൂചന. അങ്ങനെയുള്ള ശൈത്താൻ, അവനും അവന്റെ കൂട്ടാളികളും എപ്പോഴും ദൈവവിരുദ്ധമായ പല കാര്യങ്ങളിലും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അത്തരം പിശാചുക്കളിൽ നിന്ന്, ഈ ധിക്കാരികളായ പിശാചിൽ നിന്ന് ഈ വാനലോകത്തിനെ അള്ളാഹു സുരക്ഷിതമാക്കി വെച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഇത് പറയുന്നതിന് വിശുദ്ധ ഖുർആന്റെ അഭിസംബോധിതരുമായി അല്ലെങ്കിൽ അനുവാചകരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പശ്ചാത്തലമുണ്ട്. നമ്മൾ അതിലേക്ക് വരാം. അതിന്റെ മുമ്പ് ഈ പദങ്ങൾ സൂചിപ്പിക്കുന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാം. വഹിഫ്ലൻ, അത് സുരക്ഷിതമാക്കപ്പെട്ടിരിക്കുന്നു, അത് സംരക്ഷിക്കപ്പെട്ട അവസ്ഥയിലാണ്. ആകാശം എന്നത് കേവലമായൊരു ശൂന്യതയല്ല, എല്ലാവർക്കും കയറി നിരങ്ങാൻ പറ്റുന്ന വിധത്തില് അങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു ഉത്സവപ്പറമ്പ് പോലെയുള്ള ഒരിടമല്ല. ആർക്കും എന്തും ഏത് വിധത്തിലും ചെയ്യാൻ പറ്റുന്ന വിധത്തിലല്ല എന്നതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്ന കാര്യം. ശൂന്യാകാശം എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും കേവല ശൂന്യതയല്ല അവിടെ, അതൊക്കെ സുഭദ്രമായ ക്രമീകരണമുള്ള മണ്ഡലങ്ങളാണ് എന്നതാണ് നൽകപ്പെടുന്ന സൂചന. ആർക്കും ഇടിച്ചു കയറി എങ്ങനെയും കീഴടക്കാനോ അല്ലെങ്കിൽ എങ്ങനെയും
അതിലൂടെ സഞ്ചരിക്കാനോ ഒന്നും പറ്റുന്ന വിധത്തിലല്ല. മനുഷ്യൻ ചന്ദ്രനിൽ ലാൻഡ് ചെയ്തു എന്ന സംഭവം അത് തന്നെ അതൊരു യാഥാർത്ഥ്യമായിട്ട് നമ്മൾ ഉൾക്കൊള്ളുന്നുവെങ്കിൽ അത് തന്നെ വലിയൊരു സൂചന നൽകുന്നുണ്ട്. ഈ വാനലോകത്തേക്കുള്ള കടന്നുകയറ്റം എന്നത് വലിയ സജ്ജീകരണങ്ങളും ക്രമീകരണങ്ങളും ഒക്കെ ചെയ്തുകൊണ്ട് മാത്രം സാധിക്കുന്ന, അത് തന്നെ അതിന്റെ ഭൂമിയുടെ ഏറ്റവും അടുത്ത ഒരു ഗോളമാണല്ലോ ചന്ദ്രൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ചന്ദ്രനിലേക്ക് എത്തുക എന്നത് തന്നെ മനുഷ്യൻ സഹസ്രാബ്ദങ്ങൾ കൊണ്ട് നേടിയ അറിവും പരിജ്ഞാനവും സാങ്കേതികമായ മുന്നേറ്റവും ഒക്കെ അത് തന്നെ വളരെ ശ്രമകരമായ ദീർഘനാളത്തെ ഒരുക്കത്തിനൊക്കെ ശേഷം സാധിക്കുന്ന ഒരു കാര്യം മാത്രമാണ്. ആർക്കും അങ്ങനെ വളരെ സ്വതന്ത്രമായി വിഹരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല ഈ വാനലോകത്ത്, ഉപരിലോകത്ത്, അല്ലെങ്കിൽ ഈ ശൂന്യാകാശം എന്നോ ബഹിരാകാശം എന്നൊക്കെ പറയുന്ന മണ്ഡലങ്ങൾ എന്നതാണ് ഇവിടെ നൽകപ്പെടുന്ന സൂചന. അള്ളാഹു ഈ ഗോളങ്ങളുടെ അതിർത്തികൾ ഭേദിച്ചുകൊണ്ട് പോകാൻ ജിന്നുകൾക്കോ മനുഷ്യർക്കോ സാധിക്കുകയില്ല. ഇല്ലാ ബി സുൽത്താൻ എന്ന് മറ്റൊരിടത്ത് വിശുദ്ധ ഖുർആനിൽ വ്യക്തമാക്കുന്നുണ്ട്. ഒരു പ്രത്യേകമായ അധികാരമോ ശക്തിയോ കൈവശപ്പെടുത്തിയാലല്ലാതെ ആർക്കും തന്നെ ഈ മണ്ഡലങ്ങളെ ഭേദിച്ചു പോകാൻ സാധ്യമല്ല എന്നൊരു സൂചന വിശുദ്ധ ഖുർആൻ നൽകിയത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ വഹിഫ്ലൻ മിൻ കുല്ലി ശൈത്വാനിൻ മാരിദ്, ധിക്കാരിയായ അനുസരണക്കേട് കാണിക്കുന്ന ശൈത്വാനിൽ നിന്ന് നാം ഈ കീഴാകാശത്തിനെ സുരക്ഷിതമാക്കി വെച്ചിരിക്കുന്നു എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആകാശത്തിന്റെ ഈ അതിർവരമ്പുകളെ, അഖ്താറു സമാവാത്തി വൽ അർളിനെ ഭേദിച്ചുകൊണ്ട് കടന്നു പോവുക എന്നത്, എന്നിട്ട് ഉപരിലോകത്തിന്റെ ഏറ്റവും ഉപരിയായിട്ട് ഏറ്റവും ഉന്നതങ്ങളിലായിട്ട് നിലകൊള്ളുന്ന മണ്ഡലങ്ങളിലേക്ക് കയറി ചെല്ലുക എന്നത് സ്വതന്ത്രമായി ആർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അള്ളാഹു അതിനെ ചില സുരക്ഷിതമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് സംരക്ഷിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. വഹിഫ്ലൻ മിൻ കുല്ലി ശൈത്വാനിൻ മാരിദ്, എല്ലാ ധിക്കാരിയായ അനുസരണക്കേട് കാണിക്കുന്ന ശൈത്താനും അങ്ങോട്ട് ഇടിച്ചു കയറി എത്തുന്നതിൽ നിന്ന് അതിനെ അള്ളാഹു സുരക്ഷിതമാക്കി വെച്ചിരിക്കുന്നു. ലാ യസ്മഊന ഇലൽ മലഇൽ അഅല, ഈ ചെകുത്താന്മാർക്ക് ഈ അത്യുന്നതമായ സഭകളിൽ മലഉൽ അഅലയിൽ നടക്കുന്ന ഭാഷണങ്ങളൊന്നും കേൾക്കാൻ കഴിയുകയില്ല. ഈ ശയാത്തീന്മാർക്ക് ഉപരിലോകത്ത് നടക്കുന്ന, ഇവിടെ മലഉൽ അഅല എന്നാണ് പരാമർശിച്ചിട്ടുള്ളത്. ലാ യസ്മഊന ഇലൽ മലഇൽ അഅല, അൽ മലഉൽ അഅല, ഉന്നതമായ മണ്ഡലങ്ങളിലുള്ള ഒത്തുചേരൽ അല്ലെങ്കിൽ അസംബ്ലി, അവിടെ നടക്കുന്ന വല്ല ചർച്ച അല്ലെങ്കിൽ സംഭാഷണം, അവിടെയുള്ള കൂടിയാലോചനകൾ, ഇങ്ങനെയുള്ള സംഗതികളിലേക്കൊന്നും കാതുകൂർപ്പിച്ച് കേൾക്കുക എന്നത് ഈ ശയാത്തീന്മാർക്ക് സാധിക്കുന്ന സംഗതിയല്ല. ലാ യസ്മഊന ഇലൽ മലഇൽ അഅല, അതുപോലെ വയുഖ്ദഫൂന മിൻ കുല്ലി ജാനിബ്. അപ്പൊ ഈ ഉന്നത ലോകങ്ങളിലേക്ക്, വാനലോകത്തേക്ക് കാതുകൂർപ്പിച്ചുകൊണ്ട് ഇടിച്ചു കയറി ചെല്ലാൻ ശ്രമിക്കുന്ന ഈ പിശാചുക്കൾ, ഈ ശയാത്തീന്മാർ, വയുഖ്ദഫൂന, അവര് എറിയപ്പെടുകയാണ്. മിൻ കുല്ലി ജാനിബ്, എല്ലാ ആംഗിളിൽ നിന്നുമായിട്ട്, എല്ലാ ഇടങ്ങളിൽ നിന്നുമായി, എല്ലാ വശങ്ങളിൽ നിന്നുമായിട്ട് അവര് തടഞ്ഞു നിർത്തപ്പെടുന്ന വിധത്തില് അവര് പെൽറ്റ് ചെയ്യപ്പെടുന്നു എന്നാണ് ഇവിടെ ഖുർആൻ സൂചിപ്പിക്കുന്ന കാര്യം. എറിഞ്ഞു ഓടിക്കപ്പെടുന്നു.
ഇത് മനുഷ്യന് സാധാരണഗതിയിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന, ഏറ്റവും പൗരാണികരായ മനുഷ്യരും ആധുനികരായ മനുഷ്യരും ഒരുപോലെ കാര്യങ്ങൾ ഗ്രഹിക്കാൻ അവർക്ക് എളുപ്പമാക്കുന്ന വിധത്തിലാണ് അള്ളാഹുവിന്റെ ഈ വിവരണം. കല്ലെറിയുക അല്ലെങ്കിൽ എറിഞ്ഞോടിക്കപ്പെടുക എന്നൊക്കെയുള്ള സംഗതി എളുപ്പത്തിൽ ഒരു ഇമേജ് ആയിട്ട് മനസ്സിൽ കാണാൻ സാധിക്കും. കാരണം നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ അത്തരം സംഗതികൾ നമുക്ക് അനുഭവം ഉള്ളതാണ്. എറിയലും ഏറുകൊള്ളലും എറിഞ്ഞോടിക്കപ്പെടലും ഒക്കെ മനുഷ്യര് തമ്മിലുള്ള പല പ്രശ്നങ്ങളുടെയും സാഹചര്യങ്ങളിൽ നിരന്തരം ആവർത്തിച്ചുണ്ടാകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഒരു മേഖലയിലേക്ക് മറ്റൊരു കൂട്ടർ വരുന്നതിനെ തടയുന്ന വിധത്തിൽ അവർ എറിഞ്ഞോടിക്കപ്പെടുന്നു എന്നൊരു ഇമേജ് നമുക്ക്, അങ്ങനെ ഒരു ചിത്രം മനസ്സിൽ വരക്കുക വളരെ എളുപ്പമാണ്. ഈ ബഹിരാകാശത്തെയൊക്കെ പരാമർശിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ ഈ വിധത്തിൽ വിവരിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ അവതരിച്ച കാലത്തുള്ള ആളുകളുടെ ഇത് സംബന്ധമായിട്ടുള്ള ഗ്രാഹ്യതയും പിന്നീട് വരുന്ന തലമുറകൾക്ക് അവയെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള സാധ്യതകളും ഒക്കെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ശൈലിയാണ് ഖുർആൻ സ്വീകരിക്കുന്നത് എന്ന് കാണാൻ കഴിയും. അപ്പൊ ലാ യസ്മഊന, ഈ ശയാത്തീന്മാർക്ക് കേൾക്കാൻ സാധിക്കുകയില്ല ഇലൽ മലഇൽ അഅല, ഈ ഉയർന്ന മണ്ഡലങ്ങളിൽ ഉള്ള ഒത്തുചേരലുകളിലെ സംഭാഷണങ്ങൾ, അവിടുത്തെ സംസാരമൊന്നും ഈ പിശാചുക്കൾക്ക് കേൾക്കാൻ സാധിക്കുകയില്ല. കാരണം അവരെ അങ്ങോട്ട് അടുക്കാൻ അനുവദിക്കാത്ത വിധത്തില് അവര് എറിഞ്ഞോടിക്കപ്പെടുന്നുണ്ട്. വയുഖ്ദഫൂന മിൻ കുല്ലി ജാനിബ്, എല്ലാ സ്ഥലങ്ങളിൽ നിന്നുമായി, എല്ലാ വശങ്ങളിൽ നിന്നുമായി അവര് ഓടിക്കപ്പെടുകയാണ് എന്ന് പറഞ്ഞാൽ ഉപരിലോകത്തേക്ക് ഈ ശയാത്തീന്മാർക്ക് അവരുടെ മണ്ഡലങ്ങളെ ഭേദിച്ചുകൊണ്ട് ഉപരിലോകത്തേക്ക് കടന്നു പോവുക എന്നത് കഴിയാത്ത വിധത്തിൽ ഒരു റെസിസ്റ്റൻസ് അവിടെ പ്രവർത്തനക്ഷമമാണ്. ഇതാണ് സൂചിപ്പിക്കപ്പെടുന്നത്. ഇത് വായു ഉള്ള മണ്ഡലമായാലും വായു ഇല്ലാത്ത മണ്ഡലമായാലും മർദ്ദം കൊണ്ട് ക്രമീകരിക്കപ്പെട്ടതായാലും ഇനി സമുദ്രത്തിന് അടിയിലൊക്കെയുള്ള പോലെയുള്ള അവിടുത്തെ പ്രവാഹത്തെ നിർണയിക്കുന്ന പല ഫാക്ടേഴ്സും ഒക്കെ പോലെയുള്ള സംഗതികളായാലും ഒരു മേഖലയിൽ നിന്ന് മറ്റൊരു മേഖലയിലേക്ക് ആർക്കും തന്നെ ഇടിച്ചു കയറാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു ക്രമീകരണം, ഒരു സംവിധാനം അവിടെ അള്ളാഹു ഒരുക്കിയിട്ടുണ്ട്. ഇതാണ് സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ദുഹൂറൻ വലഹും അദാബും വാസിബ്. ദുഹൂറൻ എന്ന് അള്ളാഹ് അതിനോട് ആഡ് ചെയ്ത് പറയുകയാണ്. 8ാമത്തെ ആയത്തിലെ ആ വിവരണത്തിനോട് ചേർത്തുകൊണ്ട് അള്ളാഹു പറയുന്നത് ദുഹൂറൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ അവര് തടയപ്പെടുന്നു, അവര് തട്ടിമാറ്റപ്പെടുന്നു, അല്ലെങ്കിൽ അവര് അകറ്റപ്പെടുന്നു. ഇങ്ങനെ 3 അർത്ഥങ്ങളാണ് ദുഹൂർ എന്ന വാക്കിന് നമുക്ക് നിഘണ്ടുകളിൽ കാണാൻ കഴിയുക. ദഫർ, തൊർദ്, ഇബാദ്, ഇങ്ങനെ 3 അർത്ഥങ്ങൾ നൽകപ്പെട്ട് കാണാൻ കഴിയും. അപ്പൊ ദുഹൂർ ചെയ്യപ്പെടുകയാണ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് അടുക്കാൻ സമ്മതിക്കാതിരിക്കുക, തട്ടി മാറ്റപ്പെടുക, അല്ലെങ്കിൽ അകറ്റി മാറ്റപ്പെടുക, ആട്ടി ഓടിക്കപ്പെടുക എന്നൊക്കെ പറയാം നമുക്ക്. ആ വിധത്തില് ഈ ഇൻവിസിബിൾ ക്രീച്ചേഴ്സ് ആയ ഷയാത്തീന്മാരെ അങ്ങോട്ട് അടുക്കാൻ സമ്മതിക്കാത്ത വിധത്തിൽ അവരെ ആട്ടി അകറ്റുന്ന ഒരു റിപ്പല്ലിംഗ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് പ്രവർത്തനക്ഷമമാണ് എന്നാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം. അവരെ അങ്ങോട്ട് ഉപരിലോകത്ത് നമുക്ക് ഭൂമിയുടെ ചുറ്റുപാടുമുള്ള ഈ അന്തരീക്ഷത്തെ ഭേദിച്ചുകൊണ്ട് അതിനപ്പുറത്തേക്കുള്ള ബഹിരാകാശത്തിലേക്ക് പോകുമ്പോൾ അങ്ങ് ഉയരാൻ കഴിയാത്ത വിധത്തിൽ നമ്മളെ തടഞ്ഞു നിർത്തുന്ന പല ഫോഴ്സസും പ്രവർത്തനക്ഷമമാണ്. അതുകൊണ്ടാണ് അവയെ മറികടക്കുന്ന സംവിധാനങ്ങളും അതിനു വേണ്ട ഊർജവും ഇന്ധനവും ഒക്കെ ഉള്ള വാഹനങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടി വരുന്നത്. സാധാരണ വായുമണ്ഡലത്തിൽ സഞ്ചരിക്കുന്ന വിമാനങ്ങള് ഈ ബഹിരാകാശ യാത്രക്ക് നമുക്ക് ഉപകരിക്കുന്നില്ല. അത് ഉയരാൻ കഴിയില്ല. തന്നെ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് പോകാൻ കഴിയാത്തതിന്റെ കാരണം അവിടെ അതിനെ
അതിന്റെ സഞ്ചാരത്തിനെ തടസ്സപ്പെടുത്തുന്ന ചില ഫോഴ്സസ് ഉണ്ട്. അപ്പൊ ആ ഫോഴ്സസിനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് പോകാൻ കഴിയുന്ന ഒരു സംവിധാനം ഒരുക്കണം. അപ്പോഴേ അതിനെ ഭേദിച്ചുകൊണ്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഇവിടെ ഈ ഷയാത്തീനെ കുറിച്ച് അള്ളാഹു പറയുന്നത് ദുഹൂറൻ, അവര് ആട്ടി അകറ്റപ്പെടുന്ന അല്ലെങ്കിൽ തടയപ്പെടുന്ന, അതുപോലെ ഇബാദ് ചെയ്യപ്പെടുന്ന, അകറ്റി നിർത്തപ്പെടുന്ന ഒരു അവസ്ഥയാണ് അവർക്കുണ്ടാവുക. വലഹും അദാബും വാസിബ്, കൂടാതെ കണ്ട് അവർക്ക് അദാബും വാസിബുണ്ട് എന്നാണ്. നിരന്തരമായി അതിന്റെ പേരിൽ അവര് ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരവസ്ഥയും ഉണ്ട്. എന്ന് പറഞ്ഞാൽ അവരുടെ ഈ ഉപരിലോകത്തേക്ക് സഞ്ചരിക്കാൻ അവർ ശ്രമിക്കുകയാണെങ്കിൽ തന്നെ അവയ്ക്ക് വലിയ തിരിച്ചടി നേരിടേണ്ടി വരും. അപ്പൊ ഈ ഇൻവിസിബിൾ ആയിട്ടുള്ള ക്രീച്ചേഴ്സിനെ പരാമർശിച്ചുകൊണ്ട് അള്ളാഹു ഇവിടെ പറയുന്ന അവർക്ക് പെർപ്പച്വൽ ആയിട്ട്, വാസിബായിട്ട്, ഒന്നിനെ തുടർന്ന് മറ്റൊന്ന് എന്ന നിലക്ക് വളരെ ശക്തമായ പ്രഹരമേൽക്കേണ്ടി വരും അതിന്റെ ആ ശ്രമം നടത്തുമ്പോൾ. ഇതാണ് എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ച സംവിധാനത്തിൽ അള്ളാഹു അതിന്റെ മണ്ഡലങ്ങളെ എത്ര സുരക്ഷിതമായ വിധത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്, അതിനു വേണ്ട സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിൽ അള്ളാഹു അത് പറഞ്ഞു തന്നിരിക്കുകയാണ്. ഇത് നമ്മൾ ഉപയോഗിക്കുന്ന പ്രതിരോധം, തടസ്സം അല്ലെങ്കിൽ പ്രത്യാക്രമണം തുടങ്ങിയിട്ടുള്ള വാക്കുകളൊക്കെ നമുക്ക് പരിചയമുള്ള ചില ജീവിത രംഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രയോഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു എന്നേ ഉള്ളൂ. അതൊന്നും അതിന് യോജിച്ച പ്രയോഗങ്ങളൊന്നും അല്ല. അത് നമ്മൾ സാധാരണ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയും ഈ പ്രയോഗങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഇപ്പോൾ ശരീരത്തിൽ ചർമ്മം വലിയ പ്രതിരോധം ഏർപ്പെടുത്തുന്ന ഒരു അവയവമാണ്. ചർമ്മത്തിന് വല്ല സുഷിരം ഉണ്ടായാൽ, മുറിവ് പറ്റിയാൽ, അതിലൂടെ ശരീരത്തിന് ദ്രോഹകരമായ വിധത്തിലുള്ള പല പ്രവർത്തനങ്ങളും ചെയ്യുന്ന അണുക്കള് ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കും. അപ്പൊ അതുകൊണ്ട് മുറിവ് അങ്ങനെ നിലനിർത്തി പോകാൻ പറ്റില്ല. നമ്മൾ വേഗം അത് ഉണക്കാൻ വേണ്ട സംഗതികൾ ചെയ്യും. ഇത് ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനം എന്നൊക്കെയാണ് നമ്മൾ പറയാം. മുറിവ് വേഗം കൂടുക, ബ്ലഡ് ക്ലോട്ട് ചെയ്യുക, പിന്നെ വേഗം മുറിവ് ഉണങ്ങാനുള്ള തുന്നിക്കെട്ടലൊക്കെ നമ്മൾ അറിയാതെ തന്നെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സാധാരണഗതിയിൽ ചെറിയ വിഷയങ്ങളൊക്കെ ആണെങ്കിൽ അങ്ങനെ വേഗം ഹീലാവും. അതല്ലാത്തതിനാണ് നമ്മൾ ഡോക്ടർമാരെ, സർജൻസിനെ സമീപിച്ച് അവിടെ തുന്നിച്ചേർത്ത് പൊളിഞ്ഞു കിടക്കുന്ന ഭാഗം അടച്ചു കെട്ടി വൃത്തിയാക്കുന്നത്. അപ്പൊ ഇത് ശരീരത്തിനുള്ള ഒരു സുരക്ഷാ സംവിധാനം അല്ലാഹു ഒരുക്കിയതാണ് എന്നത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന പദങ്ങൾ, പ്രയോഗങ്ങളൊക്കെ പലപ്പോഴും സൈനിക ഭാഷയിലൊക്കെ ഉള്ളതായിരിക്കും. അത് നമുക്ക് അതേ പരിചയമുള്ളൂ. അങ്ങനെയുള്ള പ്രയോഗങ്ങളെ നമുക്ക് നമ്മളുടെ ഭാഷയിൽ, നമ്മളുടെ നിഘണ്ടുക്കളിൽ ലഭ്യമാകുന്നുള്ളൂ എന്നതാണ് ഇതിന്റെ കാരണം. ഈ ബഹിരാകാശവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതിരോധ സംവിധാനം അങ്ങോട്ട് അള്ളാഹു അനുവദിക്കാത്തവർക്ക് ഇടിച്ചു കയറി പോകാതിരിക്കാൻ വേണ്ട ചില ക്രമീകരണങ്ങൾ അള്ളാഹു ചെയ്തു വെച്ചിട്ടുണ്ട്. ശൈത്താനുമാരിതായ ഈ ധിക്കാരിയായ പിശാചിന്, അള്ളാഹുവിനെ അനുസരിക്കാൻ കൂട്ടാക്കാത്ത ശൈത്താനിന് അങ്ങോട്ട് ഉപരിലോകത്തേക്ക് ഇടിച്ചു കയറി അവിടെ നടക്കുന്ന സംഭാഷണങ്ങളോ ചർച്ചകളോ ഒക്കെ കേട്ട് അതിൽ നിന്ന് ചിലതൊക്കെ തട്ടിയെടുത്തിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഇവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന വിധത്തിൽ അവർക്ക് കാതുകൂർപ്പിച്ച് അങ്ങോട്ട് എത്താൻ കഴിയില്ല. അതിന് അള്ളാഹു ചില തടസ്സങ്ങളൊക്കെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അത് നടപ്പിലാക്കുന്നത് ഈ നേരത്തെ മുകളിൽ പറഞ്ഞ 3 വിഭാഗം മലക്കുകൾ മുഖേനയാണ്. അത് അള്ളാഹുവിന്റെ സംവിധാനമാണ്. അപ്പൊ ഇത് നമ്മൾ മലക്കുകള്, സംഘങ്ങള്, അതിനു വേണ്ടിയുള്ള സൈനിക സജ്ജീകരണം എന്നൊക്കെയുള്ള ഒരു ഭാഷ ഇവിടെ ഉപയോഗിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പരിചയമുള്ള ആശയങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് സങ്കല്പിക്കാൻ മാത്രം കഴിയുന്ന കാര്യങ്ങളെ വിവരിച്ചു തരുന്നതിന്റെ ഒരു രീതിയാണ്. യഥാർത്ഥത്തിൽ ഇതില് വലിയൊരു എഡ്യൂക്കേഷണൽ പ്രിൻസിപ്പിൾ അടങ്ങിയിട്ടുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പിന്തുടർന്നു വരുന്ന ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. അതെന്താന്ന് പറഞ്ഞാൽ, നമുക്ക് ടോട്ടലി സ്ട്രേഞ്ച് ആയ ഒരു കാര്യം ഒരു ക്ലാസ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുമ്പോൾ
ആ ടോട്ടൽ സ്ട്രേഞ്ച്നെസ്സിൽ നിന്നുകൊണ്ട് നമുക്കത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാൻ കഴിയില്ല. അപ്പോ അവർക്ക് പരിചയമുള്ള ചില വിഷയങ്ങൾ വെച്ചുകൊണ്ട് തുടങ്ങണം. എന്നിട്ട് വേണം പരിചയമില്ലാത്തതിലേക്ക് അവരെ കണക്ട് ചെയ്യാൻ. ഇതാണ് ഏത് വിദ്യാഭ്യാസ സംവിധാനത്തിലും അധ്യയനം എന്ന പ്രോസസ്സ് പ്രവർത്തനക്ഷമമാക്കാൻ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം. അറിയുന്ന ഒരു കാര്യത്തെ കണക്ട് ചെയ്തുകൊണ്ട് അതിലേക്ക് റെഫറൻസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ തീർത്തും അറിയാത്തൊരു കാര്യത്തെ കുറിച്ച് പറയുക. ഇതേ ഒരു സംഗതി മനുഷ്യന്റെ ഈ ഗ്രാഹ്യതയെ പരിഗണിച്ചുകൊണ്ട് അവന്റെ അധ്യയന പ്രക്രിയയിലൂടെ പഠനം സാധ്യമാക്കുന്ന വിധത്തിൽ മനുഷ്യന് വിവരിച്ചു കൊടുക്കാൻ ഈ വിദ്യാഭ്യാസ പ്രക്രിയയിലൊക്കെ നമ്മൾ പിന്തുടരുന്ന ഒരു രീതി, അത് തന്നെയാണ് ഇവിടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഈ കാര്യം. നമുക്ക് തീർത്തും 100% അജ്ഞാതമായി കിടക്കുന്ന, നമുക്ക് അറിയാത്ത, നമുക്ക് ഭാവനയിൽ പോലും കാണുന്നതിന് ഒരുപാട് പരിമിതികളുള്ള വിഷയങ്ങളെ അള്ളാഹു നമുക്ക് പരിചയമുള്ള പല സംഗതികളുടെയും പല പ്രതിഭാസങ്ങളുടെയും പദങ്ങളോ പദാവലിയോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് വിവരിച്ചു തരുന്നത്. അപ്പൊ നമുക്ക് ഏകദേശം ഒരു ചിത്രം മനസ്സിൽ രൂപപ്പെടുത്താൻ സാധിക്കും. അങ്ങനെ ലോകത്തിന്റെ അല്ലെങ്കിൽ പ്രപഞ്ച സംവിധാനത്തിന്റെ നിഗൂഢതകള് നമ്മൾ കൂടുതൽ നമുക്ക് അനാവൃതമായി കിട്ടുന്ന ആ പ്രക്രിയയിലൂടെ ഈ വിവരണം വളരെ സംഗതമായ, വളരെ ശരിയായ ഒരു വിവരണമാണ് എന്നത് നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. അപ്പൊ അതിന്റെ ആദ്യഘട്ടങ്ങളിലൊക്കെ നമുക്ക് ഇതിനെപ്പറ്റി വളരെ വൈകായിട്ടുള്ള ഒരു ചിത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഒരു ചിത്രം ഉണ്ടാകും, മനസ്സിലൊരു ചിത്രം അല്ലാഹു ഇതിലൂടെ വരച്ചിടുന്നുണ്ട്. അതിൽ യാതൊരു സംശയവുമില്ല. അത് കൂടുതൽ വികസിച്ച വിധത്തില്, കൂടുതൽ ഫലപ്രാപ്തിയുള്ള വിധത്തില് നമ്മളുടെ ഭൗതിക പ്രപഞ്ചത്തെ കുറിച്ചുള്ള കൂടുതൽ അറിവ് നമുക്ക് അനാവൃതമായി കിട്ടുന്നതിന് സമാന്തരമായിട്ട് ഈ കാര്യങ്ങൾ നമുക്ക് കൂടുതൽ വ്യക്തതയോടുകൂടി മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പൊ ദുഹൂറൻ വലഹും അദാബും വാസിബും, ഇവരെ റെസിസ്റ്റ് ചെയ്യുന്ന, തടഞ്ഞു നിർത്തുന്ന, പ്രതിരോധിക്കുന്ന, അകറ്റുന്ന ഒരു ഫോഴ്സ് അവിടെ പ്രവർത്തനക്ഷമമാണ്. ഇതാണ് അല്ലാഹു പറയുന്ന കാര്യം, ദുഹൂറൻ. എന്നിട്ട് വലഹും അദാബും വാസിബും, അവർക്ക് നിരന്തരമായിട്ട് അങ്ങനെ അവരുടെ മണ്ഡലം വിട്ട് മുകളിലോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് നിരന്തരമായി അതിന് പ്രഹരമേൽക്കേണ്ടി വരും. അദാബും വാസിബാണ് അവർക്കത് ഏറ്റവും, ഒരിക്കലല്ല, ആവർത്തിച്ച്. നമുക്ക് കൃത്യമായിട്ട് വിവരിക്കുക, നിലവില് അത്രത്തോളം നമ്മുടെ ഈ പ്രപഞ്ചത്തെ കുറിച്ചുള്ള അറിവ് വികസിച്ചിട്ടില്ല. പക്ഷെ ചില സൂചനകളൊക്കെ നമുക്ക് ആധുനിക പ്രപഞ്ചശാസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വെളിപ്പെടുത്തലുകളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഉൽക്കകളെ കുറിച്ച്, അതുപോലെ കോമറ്റ്സിനെ കുറിച്ച്, വാൽനക്ഷത്രങ്ങള്, അങ്ങനെയുള്ള പല പ്രതിഭാസങ്ങളെ കുറിച്ച് നമ്മൾ അറിയുന്നുണ്ട്. അപ്പൊ ഈ ബഹിരാകാശത്തില്, ഈ ഉപരിലോകത്ത് ഇങ്ങനെ ചില പ്രതിഭാസങ്ങൾ, ചില ഭീമാകാരങ്ങളായ മാസസ് എറിയപ്പെടുന്നതും ചില മണ്ഡലങ്ങളിലോ ചില ഗോളങ്ങളിലോ ചെന്ന് പതിക്കുന്നതും, ചിലപ്പോൾ ചില മാസസ് ഷൈൻ ചെയ്തുകൊണ്ട് അത് ജ്വലിക്കുന്ന വിധത്തിൽ കടന്നു പോകുന്നതും ഒക്കെ ശാസ്ത്രലോകം മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. അപ്പോ ഇവിടെ അള്ളാഹു സൂചിപ്പിക്കുന്ന ഇവര് എറിഞ്ഞു ഓടിക്കപ്പെടും, അകറ്റപ്പെടും, അവര് തടയപ്പെടും, പ്രതിരോധിക്കപ്പെടും എന്നൊക്കെയാണല്ലോ. ഒരുപക്ഷെ ഇത്തരം പ്രതിഭാസങ്ങൾ ആയിരിക്കാം, അള്ളാഹു ആലം. നമുക്കത് ഉറപ്പിച്ച് പറയാൻ മാത്രമുള്ള ശാസ്ത്ര ജ്ഞാനം മനുഷ്യ സമൂഹത്തിന് ഇതുവരെ വളരെ ഹെൽപ്ഫുൾ ആയ വിധത്തിലൊന്നും ലഭിച്ചിട്ടില്ല. വളരെ പരിമിതമായിട്ട് മാത്രമേ ബഹിരാകാശത്തെ കുറിച്ചും വാനലോകത്തെ കുറിച്ചൊക്കെ മനുഷ്യൻ ഇന്നും അറിയുകയുള്ളൂ എന്നതാണ് വസ്തുത. അപ്പൊ ഈ ശൈത്താനന്മാരിത് വാസിബായ അദാബ് എന്ന് പറഞ്ഞാൽ നിരന്തരമായി ആവർത്തിച്ച് ഏൽക്കേണ്ടി വരുന്ന പ്രഹരം ഈ ഉപരിലോകത്തേക്ക് ഇടിച്ചു കയറി പോകാൻ ശ്രമിക്കുമ്പോൾ അനുഭവിക്കേണ്ടി വരും എന്നതാണ് അല്ലാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്നിട്ട് പറയുന്നത് ഇല്ലാമൻ ഖതിഫൽ ഖത്ഫത, ആരെങ്കിലും വല്ലതും ഒക്കെ റാഞ്ചി എടുത്തു എന്ന് വെക്കുക. ഖതഫ എന്ന് പറഞ്ഞാൽ പരുന്തൊക്കെ വല്ലതും റാഞ്ചി എടുക്കുന്നതിനാണ് ആ പ്രയോഗം ആ എക്സ്പ്രഷൻ ഉപയോഗിക്കാറുള്ളത് അതിനു വേണ്ടിയാണ്. അപ്പൊ ആരെങ്കിലും, ഈ പിശാചുക്കളിൽ ആരെങ്കിലും
വല്ലതും റാഞ്ചിയെടുക്കാൻ ശ്രമങ്ങളൊക്കെ നടത്തിയെന്ന് വരും. ഉപരിലോകത്ത് മലഉൽ അഅലയില് നടക്കുന്ന സംഭാഷണങ്ങളിൽ നിന്ന് അവർക്ക് വല്ലതുമൊക്കെ തട്ടിയെടുക്കാൻ റാഞ്ചിയെടുക്കാനൊക്കെ പറ്റി എന്നുള്ള വിധത്തിൽ അവര് ശ്രമങ്ങൾ നടത്തിയെന്ന് വരും. അപ്പോഴെന്താ ഉണ്ടാവുക? അത് ഭൂമിയിലോട്ട് അത് കൊണ്ടുവരാൻ അവർക്ക് സാധിക്കുമോ? ഉപരിലോകത്ത് നടക്കുന്ന സംഭാഷണങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ട്രാൻസാക്ഷൻസിൽ നിന്ന് ചിലതൊക്കെ റാഞ്ചിയെടുക്കാൻ അവര് ശ്രമിക്കും. ഇല്ലാ മൻ ഖത്തിഫൽ ഖത്ഫത. അപ്പൊ ചില ഖത്ഫത്ത് നടത്താൻ അവര് ശ്രമിക്കും. പക്ഷെ ഉണ്ടാവുന്നത് എന്താണ്? ഫഅത്ബഅഹു. അങ്ങനെ ചെയ്യുന്നവനെ പിന്തുടരും. ഷിഹാബുൻ സാഖിബ്. വലിയ മിസൈൽ ആക്രമണമാണ്. സാഖിബ് എന്ന് പറഞ്ഞാൽ പിയേഴ്സ് ചെയ്തുകൊണ്ട് തുളച്ചു കയറി പോകുന്ന ഒരു സംഗതി. ഷിഹാബ് എന്ന് പറഞ്ഞ തീജ്വാല, വലിയ തീജ്വാലയാണ് എന്ന് പറഞ്ഞാൽ നമ്മള് ഒക്കെ യുദ്ധത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മിസൈൽ പോലെയുള്ള സംഗതികൾ. തുളച്ചു കയറുന്ന വിധത്തിലുള്ള ഈ ജ്വാലകൾ, തീജ്വാലകളാണ് അല്ലെങ്കിൽ തീ ഉണ്ടകളാണ് ഈ ശൈത്താനും മാരിദിനെ അവർ വല്ലതുമൊക്കെ റാഞ്ചിയെടുക്കാനുള്ള ശ്രമം നടത്തിയാൽ നേരിടേണ്ടി വരാം. എന്ന് പറഞ്ഞാൽ അള്ളാഹു അത്രയും ഗംഭീരമായ ഒരു സംവിധാനം ഈ ശൈത്താനും മാരിദിനെ പോലെയുള്ളതിനെ ഈ ഉപരിലോകത്തേക്ക് കയറി വരുന്നത് തടയുന്നതിന് വേണ്ടി ചെയ്തു വെച്ചിട്ടുണ്ട്. മലക്കുകൾ മുഖേന പ്രവർത്തനക്ഷമമാക്കിയിട്ടുണ്ട് എന്നാണ് അള്ളാഹുടെ സൂചിപ്പിക്കുന്നത്. ഫഅത്ബഅഹു ശിഹാബുൻ സാഖിബ്. സാഖിബ് എന്ന് പറഞ്ഞാൽ തുളച്ചു കയറുന്ന വിധത്തിലുള്ള എന്നാണ്. ഒരു സർഫസിൽ ദ്വാരം ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു ഓബ്ജക്റ്റ്. ഇവിടെ അത് ഒരു ശിഹാബാണ്, ഒരു തീഗോളമാണ്, അല്ലെങ്കിൽ ഒരു ജ്വാലയുള്ള ഒരു മാസാണ്. അങ്ങനെ ജ്വാലയുള്ള ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാസ് അത് ഇടിച്ചു കയറി തുളച്ചു കയറി അവരെ പിന്തുടർന്ന വിധത്തിലുള്ളതാണ്. ഇത് ആയിരക്കണക്കിന് ബഹിരാകാശത്തെ കുറിച്ചുള്ള ശാസ്ത്രലോകത്തിന്റെ വിവരണങ്ങളിൽ ഇങ്ങനെയുള്ള സംഗതികളോട് മാച്ച് ആവുന്ന ധാരാളം വിവരണങ്ങൾ കാണാൻ കഴിയും. ഉപരിലോകത്തേക്കുള്ള സഞ്ചാരത്തിനെ തടയുന്ന വിധത്തിലുള്ള പ്രപഞ്ചത്തിലുള്ള സംവിധാനം. അപ്പോ ഉപരിലോകത്തേക്ക് ഇടിച്ചു കയറി പോകാനുള്ള ഈ ഇൻവിസിബിൾ ക്രീച്ചേഴ്സ് ആയ ശൈത്താനും മാരിദിന്റെ ശ്രമങ്ങളെ അള്ളാഹു ഒരുക്കിയിരിക്കുന്ന സംവിധാനങ്ങൾ തന്നെ പരാജയപ്പെടുത്തും എന്നാണ് ഇവിടെ നൽകുന്ന സൂചന. അവര് വല്ല ഖത്ഫത്തും എടുക്കാൻ റാഞ്ചി എടുത്ത് വല്ലതൊക്കെ കേട്ട് റാഞ്ചി എടുത്ത് പൊയ്ക്കളയാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതവർക്ക് അതുമായിട്ട് രക്ഷപ്പെട്ട് കടന്നു കളയാൻ അവർക്ക് കഴിയില്ല. അതിന്റെ മുമ്പ് അവര് അതിഭീകരമായിട്ടുള്ള ആക്രമണത്തിന് വിധേയരാകും. അദാബുൻ വാസിബ് നേരിടേണ്ടി വരും. മാത്രമല്ല ഇവിടെ ഷിഹാബുൻ സാഖിബും അവരെ പിന്തുടർന്ന് വരും. ജ്വലിക്കുന്ന ഒരു മാസ് അല്ലെങ്കിൽ തീഗോളം തന്നെ അവരെ ചെയ്സ് ചെയ്ത് പിന്തുടർന്ന് അവരുടെ പുറകെയായിട്ട് വന്നു ചേരും. അതുകൊണ്ട് സുരക്ഷിതമായ വിധത്തില് ഞങ്ങൾക്ക് ചില രഹസ്യങ്ങളൊക്കെ വീണ് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട്, രഹസ്യങ്ങളൊക്കെ തട്ടിയെടുക്കാൻ പറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ആർക്കും അവിടുന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ഇതാണ് ഈ ആയത്തുകളിൽ പറയുന്ന കാര്യം. ഈ സൂറത്തിന്റെ തുടക്കത്തിലുള്ള മലക്കുകളെ പരാമർശിച്ചുകൊണ്ട് വേണം ഇത് മനസ്സിലാക്കാൻ. ഒന്നാമതായിട്ട് മലക്കുകളാണ് പ്രപഞ്ച സംവിധാനത്തിന് അതിന്റെ ക്രമീകരണങ്ങളെ പ്രവർത്തനക്ഷമമാക്കുന്നതിന് വേണ്ടി അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന അള്ളാഹുവിന്റെ ഉദ്യോഗസ്ഥന്മാര്. എന്നാൽ ഈ മലക്കുകളെ നിർവീര്യമാക്കിക്കൊണ്ട് ഈ പിശാചുക്കൾക്ക് ഉപരിലോകത്തേക്ക് ഇടിച്ചു കയറാൻ കഴിയുമോ? അത് കഴിയാതെ അവരെ തടഞ്ഞു നിർത്തുന്ന ചില സംവിധാനങ്ങൾ അള്ളാഹു ഒരുക്കിയിട്ടുണ്ട് എന്നാണ് ഇന്ന് വായിച്ച ആയത്തുകളിൽ അള്ളാഹു വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത് ഖുർആൻ അവതരിക്കുന്ന ഘട്ടത്തിലെ അറേബ്യയിലെ ആളുകളുടെ ചില വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടിയുള്ള ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൽ നിന്ന് തനിക്ക് ഒരു
മലക്ക് മുഖേന വഹി ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആന്റെ ആയാത്തുകൾ അവരെ കേൾപ്പിക്കാൻ പരിശ്രമിച്ചപ്പോ ഒക്കെ അവര് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം, ഇയാൾ ഒരു ജ്യോത്സ്യനായി മാറിയിരിക്കുന്നു, ഇയാൾക്ക് പിശാചുക്കളുമായി ബന്ധമുണ്ട്, പിശാചുക്കൾ വാനലോകത്ത് നിന്ന് എന്തൊക്കെയോ കേട്ടു വന്നിട്ട് അത് ഇയാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അവിടെ ഭാവി ഭൂത വർത്തമാനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രഹസ്യങ്ങള് വാനലോകത്ത് നടക്കുന്ന അസംബ്ലിയിൽ അല്ലെങ്കിൽ അവിടുത്തെ ഒത്തുചേരലിൽ എന്ന് പറഞ്ഞാൽ മലക്കുകളുടെ ഒത്തുചേരലില് അവിടെ നടക്കുന്ന സംസാരം അത് പിശാചുക്കൾ കട്ടുകേട്ട് വന്നിട്ട് മുഹമ്മദിന് രഹസ്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതാണ് ദൈവിക വെളിപാട് എന്ന നിലയ്ക്ക് ഇയാള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇയാള് പിശാചുക്കളുമായി രഹസ്യബന്ധമുള്ള ജ്യോത്സ്യനാണ് എന്നാണ് മക്കയിലെ ആളുകൾ ആരോപിച്ചിരുന്നത്. ഈ ആരോപണങ്ങൾക്കുള്ള മറുപടിയായിട്ടാണ് അള്ളാഹു ഈ വിവരണം ഇവിടെ നടത്തിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ അവര് സങ്കല്പിക്കുന്ന പോലെ പിശാചുക്കൾക്ക് ഉപരിലോകത്തെ ഭാഷണങ്ങൾ കട്ടുകേൾക്കാൻ കഴിയില്ല. ആരെങ്കിലും അങ്ങനെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ തന്നെ അവർ എറിഞ്ഞോടിക്കപ്പെടും. അവര് നിരന്തരമായി അതിന്റെ പേരിൽ പ്രഹരം ഏറ്റുവാങ്ങേണ്ടി വരും. അവരെ തുളച്ചു കയറുന്ന വിധത്തിലുള്ള തീഗോളങ്ങൾ പിന്തുടരും. അതുകൊണ്ട് അവര് സങ്കല്പിക്കുന്ന പോലെ ഉപരിലോകത്ത് നിന്ന് പിശാചുക്കൾ വല്ലതൊക്കെ റാഞ്ചിയെടുത്തുകൊണ്ട് വന്നു കൊണ്ടു കൊടുക്കുന്ന ഒരു സംഗതിയല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മറിച്ച് ഈ പ്രപഞ്ച സംവിധാനത്തിന്റെ പ്രവർത്തനക്ഷമത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി അള്ളാഹു നിയോഗിച്ച മലക്കുകളുണ്ടല്ലോ, അവരിൽ തന്നെ ഒരു സംഘം സാജിറാത്തി സജ്റ എന്ന് പറഞ്ഞ കൂട്ടത്തിലാണ്. വിരട്ടി ഭയപ്പെടുത്തി ഒക്കെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്ന കൂട്ടരാണ്. ഫത്താലിയാത്തി ദിക്റ എന്ന് പറഞ്ഞതാണ് വേറെ ഒന്ന്. അപ്പൊ ഇവരൊക്കെ തന്നെയും ഈ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തിക്കുന്നതിന് പരിശീലനം നൽകപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ആ ദൗത്യം നിർവഹിക്കുന്ന മലക്കുകളാണ്. അതിനായിട്ട് അള്ളാഹു ചുമതലപ്പെടുത്തിയ കൂട്ടരുമാണ്. അതുകൊണ്ട് ദൈവിക വെളിപ്പാട് എന്നത് മലക്കുകൾ മുഖേന നിർവഹിക്കപ്പെടുന്നത് എന്തെങ്കിലും നിലക്കുള്ള സന്ദേഹം ആളുകൾ കൊണ്ടു നടക്കേണ്ട ഒരു സംഗതിയല്ല. നിങ്ങൾ സങ്കല്പിക്കുന്ന പോലെ പിശാചുക്കള് വാനലോകത്തെ സംഗതികള് റാഞ്ചിയെടുത്ത് ഇവിടെ ഭൂമിയിലുള്ള ചില ജ്യോത്സ്യന്മാർക്ക് അല്ലെങ്കിൽ ഈ ഇങ്ങനെ നിഗൂഢ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ആളുകൾക്ക് ഒക്കെ രഹസ്യമായി എത്തിച്ചു കൊടുക്കുന്ന ഒരു രീതി, അങ്ങനെയുള്ള ഒരു രീതിയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടിയതല്ല നിങ്ങളിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്ന ഖുർആന്റെ വാക്യങ്ങൾ. അത് ദൈവിക സംവിധാനത്തിന്റെ ഭാഗമായിട്ട് തന്നെ ഒന്നുകിൽ സാജിറാത്തിലൂടെ അല്ലെങ്കിൽ താലിയാത്തിലൂടെ നൽകപ്പെട്ടിട്ടുള്ള ദിക്ർ ആണ്, ഉത്ബോധനമാണ്, ഓർമ്മപ്പെടുത്തലാണ്, അല്ലെങ്കിൽ സാരോപദേശമാണ് എന്നുള്ള കാര്യമാണ് അള്ളാഹു ഇവിടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്, വ്യക്തമാക്കി തരുന്നത്. ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.